ഒരിക്കൽ ഒരു 9ാം ക്ലാസ്സുകാരൻ പ്രിൻസിപ്പളിനെ സമീപിച്ച്, സാർ, എനിക്കിനി സ്കൂളിൽ പഠിക്കുവാൻ താല്പര്യമില്ല, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, എൻ്റെ അധ്യാപകർ പോലും മണ്ടനെന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ, പക്ഷേ നീ പോകുന്നതിന് മുമ്പ് ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി നീ നിന്റെ ക്ലാസ്സിനെ 3 വട്ടം വലം വെച്ച് തിരികെ എത്തണം. പക്ഷേ ഗ്ലാസ്സിനുള്ളിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകുവാനും പാടില്ല എന്നറിയിച്ചു. അധ്യാപകൻ പറഞ്ഞതനുസരിച്ച് കുട്ടി ക്ലാസ്സിനെ 3 വട്ടം വലം വെച്ച് തിരികെ എത്തി. ഈ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും താഴെ പോയോ? പ്രിൻസിപ്പൽ ചോദിച്ചു. ഇല്ല സാർ. നിന്നെ ആരെങ്കിലും കളിയാക്കിയോ? ഇല്ല സാർ. അധ്യാപകർ പുച്ഛിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇല്ല സാർ. സത്യത്തിൽ അധ്യാപകർ പുച്ഛിക്കുകയും വിദ്യാർത്ഥികൾ കളിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ തൻ്റെ ഗ്ലാസ്സിലും അതിനുള്ളിലെ വെള്ളത്തിലുമായിരുന്നതുകൊണ്ട് വേണ്ടത്ര ചെവി കൊടുക്കുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. നമ്മളും അങ്ങനെയല്ലേ? നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തുവാൻ, അവഹേളിക്കുവാൻ ചുറ്റും 1000 പേർ എത്തിയേക്കാം. അവർക്ക് ചെവി കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വിട്ട് മറ്റുള്ളവർ എന്താണ് നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, അവരെന്താണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ പോയാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പരാജയമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാതെ, അവർ നമ്മളെക്കുറിച്ച് കളിയാക്കുന്നത്, അവഹേളിക്കുന്നത്, പുച്ഛിക്കുന്നത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ 100% ജീവിതം വിജയകരമായി തന്നെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നന്ദി.